എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ ഷൈനി മധുസൂദനൻ UK-യിൽ നിന്ന് സംസാരിക്കുന്നു. എനിക്ക് ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്നൊരു ലൈവിൽ വന്നത്. അപ്പം ഞാൻ നിങ്ങളെ ആദ്യം ഒരു ശബ്ദ സന്ദേശം കേൾപ്പിക്കാം. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്ലീസ്. എന്ന ശ്രീകൃഷ്ണ ഭക്ത അവര് ഗുരുവായൂർ അമ്പലനടയിൽ എന്നും പോയി തൊഴുകുന്നു. അകത്ത് കയറാൻ പ്രവേശനമില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്നതിന്റെ പേരിൽ അവർക്ക് കയറാൻ പറ്റുന്നില്ല. മറിച്ച് RSS ആയിരുന്നു കേരളം ഭരിക്കുന്നതാണ്, BJP ആയിരുന്നു എങ്കിൽ തീർച്ചയായും ജസ്ന സലീമ അമ്പലത്തിൽ കയറുകയും ചെയ്യുന്നു, ഗുരുവായൂർ നടയിൽ ഈ ചിത്രം കൊണ്ട് വെക്കുകയും ചെയ്യുമായിരുന്നു. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ജസ്ന സലീം ഒരു ചിത്രം വരച്ച് ഗുരുവായൂരപ്പനെ വരച്ച് ഉണ്ണിക്കണ്ണനെ വരച്ച് വിൽക്കുന്നതാണ് അവിടെ തെറ്റ്. അത് തെറ്റായിട്ട് ആർക്കും തോന്നണ്ട. അങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കാണിക്ക ഓൺലൈനായിട്ട് വഴിപാട് നടത്തുന്ന ഗുരുവായൂരപ്പനെ വിറ്റിട്ടില്ലേ അവിടെ കാശ് മേടിക്കുന്നത്. ദേവസ്വം ബോർഡുകാർ കൃത്യമായിട്ട് കാണിക്ക അതിനകത്ത് ഇടണമെന്ന് പറഞ്ഞ് ഗൂഗിൾ പേ വരെ അവിടെ ഉണ്ട് ഗുരുവായൂരപ്പനെ. അതിൽ നിന്ന് കാശ് എടുത്തിട്ട് അവിടെ ഓരോ കാര്യം ചെയ്യുന്നത്. അതൊന്നും രാജ്യ അടിസ്ഥാനമല്ല. അപ്പോ ഈ ശബ്ദം, ഈ വോയിസ് അജിത്ത് മേലേപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ ആണ്. അപ്പൊ ഈ അജിത്ത് മേലേപ്പറമ്പിൽ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അയാൾ സ്വയം അവകാശപ്പെടുന്നത് അവൻ RSSകാരനാണ്, അവൻ BJPക്കാരനാണെന്നൊക്കെയാണ് അവൻ സ്വയം അവകാശപ്പെടുന്നത്. എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹം പറയുന്നത് ഇത് ജസ്ന സലീം, അതായത് BJPയോ RSSോ കേരളം ഭരിച്ചിരുന്നെങ്കിൽ ജസ്ന സലീമിന്റെ ചിത്രം നടക്കിൽ കൊണ്ടുവച്ചിരുന്നേനെ, വെക്കുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം തള്ളിമറിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അജിത്ത് മേലേപ്പറമ്പിൽ എന്ന് പറയുന്ന വിദ്വാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയാമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കമന്റ് പ്ലീസ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ അജിത്ത് മേലേപ്പറമ്പിൽ എന്ന് പറയുന്നവന്റെ കുടുംബ സ്വത്താണോ അതോ ഇവന്റെ അച്ഛൻ ദണ്ണിച്ചുണ്ടാക്കിയതാണോ ഗുരുവായൂരമ്പലം? അല്ലെങ്കിൽ ഈ കേരളത്തിലെ മൊത്തം BJPക്കാരുടെയോ RSSകാരുടെയോ പ്രസ്ഥാനത്തിന്റെയോ സ്വന്തമാണോ ഗുരുവായൂർ ക്ഷേത്രം? നമ്മള് ബഹുമാനിക്കുവാണെങ്കിൽ എല്ലാത്തിനെയും ബഹുമാനിക്കും. RSS എന്നല്ല, BJP എന്നല്ല, എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കും. നമ്മളും ഒരു ദേശസ്നേഹിയാണ്, ദേശീയത മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അത് താനായിരുന്നാൽ മാത്രമേ നമ്മൾ ആ ബഹുമാനത്തിന് എന്തായാലും അർഹതയുള്ളൂ. ഈ ജാതി വിടുവായുത്തരം വിളിച്ചു പറഞ്ഞാൽ ഇവന്റെ ഒന്നും, ഈ അജിത്ത് മേലേപ്പറമ്പിൽ എന്ന് പറയുന്നവന്റെ സ്വകാര്യ സ്വത്തോ അല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ സ്വത്തോ അല്ല ഗുരുവായൂർ അമ്പലം എന്ന് അവൻ മറക്കരുതായിരുന്നു എന്നാണ് എനിക്ക് അയാളോട് പറയാനുള്ളൂ. പിന്നെ ഇദ്ദേഹം ഇത്രയ്ക്കും എന്താ പറയാ ഉറപ്പോട് കൂടിയിട്ട് ഈ സംഗതികളൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഭാഗ്യം കേരളത്തിൽ BJP ഭരണത്തിൽ വരാതിരുന്നത്. അപ്പൊ അത് RSS ആണെങ്കിലും വേണ്ടില്ല, BJP ആണെങ്കിലും വേണ്ടില്ല, ഈ ജാതി പുഴുക്കുത്തുകളെ തിരിച്ചറിയണം. ഒന്നുകിൽ ഈ അജിത്ത് മേലേപ്പറമ്പിൽ എന്നവനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വാഴിക്കണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇവനെ BJPയുടെ പ്രസിഡന്റ് ആയിട്ട് വാഴിക്ക് എല്ലാവരും കൂടെ. എന്നിട്ട് ഇവനങ്ങ് നടത്തട്ടെ. ഹിന്ദു പൊതുസമൂഹത്തിനോട് വെല്ലുവിളിച്ചിട്ടാണ് ഇവന്റെ പരിപാടി എന്നുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ വേണ്ടത്ര ചുമതല കൊടുത്തിട്ട് നിങ്ങൾ വാഴിക്ക്. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ BJP എന്ന് പറയുന്ന പാർട്ടിയും ഈ BJP RSS എന്ന് പറയുന്ന പ്രസ്ഥാനവും ഒരു കാര്യം തിരിച്ചറിയണം, ഈ ജാതി പുഴുക്കുത്തുകളെ വലിച്ചു പുറത്തിറണം. ഇല്ലെങ്കിൽ ഹിന്ദു സമൂഹം മൊത്തം നിങ്ങൾക്കെതിരെ തിരിയും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങളെയും ഞങ്ങളുടെ പുരാണങ്ങളെ ഇതിഹാസങ്ങളായിട്ടുള്ള ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഞങ്ങൾക്ക് സംരക്ഷിച്ചു കിട്ടണം. അവിടെ ഞങ്ങൾക്ക് പാർട്ടി വേണ്ട, രാഷ്ട്രീയം വേണ്ട, യാതൊന്നും വേണ്ട. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുന്നതാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ഒരു സാധാരണ വീട്ടമ്മയായ എനിക്ക് എന്റെ വിശ്വാസങ്ങളെയും എന്റെ ആചാരങ്ങളെയും സംരക്ഷിച്ചു കിട്ടണം. അതാണ് എന്റെ ആവശ്യം. അതിന് ഇവനെ പോലുള്ളവൻ പുഴുക്കുത്തുകളായിട്ട് വന്നാല് നമുക്കത് തിരിച്ചു പറയാതിരിക്കാൻ പറ്റില്ല. ഈ അജിത്ത് മേലേപ്പറമ്പിലിന് ഈ നേതാക്കന്മാർക്കോ നമ്മുടെ വലിയ വലിയ നേതാക്കന്മാർക്കോ ആർക്കെങ്കിലും ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് നടപടി എടുക്കണം. എന്റെ റിക്വസ്റ്റ് ആണ്. പിന്നെ ഈ SDPI പോലുള്ള തീവ്ര സംഘടനകള് തലപ്പത്തിരിക്കുന്നവരെ മുഴുവനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അതിലിരിക്കുന്ന കുറെ വേട്ടാവളിയന്മാര് ചേക്കേറിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ പാർട്ടിയിൽ. അതുപോലെ ഈ തീവ്ര സംഘടന SDPI പോലുള്ള തീവ്ര സംഘടനയിൽ നിന്ന് ചേക്കേറിയിട്ടുള്ള പല ആൾക്കാർക്കും ന്യൂനപക്ഷ മോർച്ച അല്ലെങ്കിൽ ന്യൂനപക്ഷ ദീക്ഷ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പറയുന്ന പാർട്ടികളിലേക്കോ RSS എന്ന പ്രസ്ഥാനത്തിലേക്കോ വലിഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ
ആ വലിഞ്ഞു കയറിയവരെ പാർട്ടി തിരിച്ചറിയണം. ആ പുഴുക്കത്തുകളെ BJP എന്ന പാർട്ടി തിരിച്ചറിയണം. അല്ലാത്തിടത്തോളം ഇതുപോലുള്ളവന്മാരെ സഹിക്കാൻ നമുക്ക് പറ്റില്ല. അത് ഞാൻ പറയുന്നു. ഇനി വേറൊരു കാര്യം, BJP എന്ന പ്രസ്ഥാനത്തിലോ RSS എന്ന പ്രസ്ഥാനത്തിലോ ആരെങ്കിലും, ആരൊക്കെയാണോ എന്ന് എനിക്കറിയില്ല, ആരൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ ഈ പറയുന്ന താത്തയ്ക്ക് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അത് മൊത്തം പാർട്ടിയുടെ പ്രശ്നമാക്കാൻ ശ്രമിക്കരുത്. അതിന് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവളുടെ പിന്നെ എന്താ പറയാ കാലിനടിയിൽ തല വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ളവരെ അതിന് മാത്രമായിട്ട് പോകണം. മൊത്തം ഹിന്ദു സമൂഹത്തിനെ കൊണ്ട് അതിന് കുരുതി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പാർട്ടിയോടാണ് ഞാൻ പറയുന്നത്. BJP എന്ന പാർട്ടിയോടും അതിന്റെ പ്രസ്ഥാനം നയിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള K. സുരേന്ദ്രൻ സാറിനോടും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ജാതി പുഴുക്കുത്തുകളെ തിരിച്ചറിയണം. താത്തയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരാരെങ്കിലും വഴിപ്പെട്ട് ജീവിച്ചോട്ടെ, അത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് RSS എന്ന പ്രസ്ഥാനത്തിലും ഉണ്ട്, BJP എന്ന പാർട്ടിയിലും ഉണ്ട്. അതിന്റെ ഒരുപാട് തെളിവുകളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് താത്തയ്ക്ക് വഴിപ്പെട്ടവരെല്ലാവരും കൂടിയിട്ട് ഹിന്ദു സമൂഹത്തിനെ ഒതുക്കാം എന്നൊരു പൂതി ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഹിന്ദു സമൂഹം മാത്രം മതി. അതിന് BJP പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഒരു താങ്ങിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോ ശബരിമല പ്രസ്ഥാനം നമ്മൾ സംരക്ഷിച്ചതാണ്. ഹിന്ദു സമൂഹം മാത്രം മതി. അപ്പൊ അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ എല്ലാവരും മര്യാദക്കാണ്. അത് ഈ ജാതി തലയ്ക്ക് വെളിവില്ലാത്തവന്മാരെ ഇറക്കി വിട്ടിട്ട് ഇതുപോലെ പബ്ലിക് മെസ്സേജും കൊടുത്തിട്ട് താത്തയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർ വഴിപ്പെട്ട് ജീവിച്ചോട്ടെ, നമ്മളെ അതിലേക്ക് ഇഴക്കരുത്. കാരണം ഗുരുവായൂർ അമ്പലം ഇവിടുത്തെ മൊത്തം ഹിന്ദു സമൂഹത്തിൻ്റെതാണ്, അല്ലാണ്ട് BJP പാർട്ടിയുടെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ജാതി വേട്ടാവളിയന്മാരുടെ അല്ല. അതും കൂടി അവരെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ ലൈവിൽ വന്നത്. ഇതൊരു പുഴുക്കുത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഈ താത്ത ചില്ലറക്കാരിയല്ല. ഇവളുടെ പണ്ടത്തെ ചരിത്രം പിന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവൾ ഒന്നാന്തര SDPI കാരിയായിരുന്നു. ഈ SDPI കാരി പതുക്കെ അതിൽ നിന്ന് വഴിവായിട്ട് അവൾക്ക് ഇവിടെ പണം ഉണ്ടാക്കാൻ നല്ലൊരു സോഴ്സ് ആണെന്ന് കണ്ടപ്പോഴാണ് ഈ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഹിന്ദുവിനെ പരമാവധി പിഴിയാൻ തുടങ്ങിയത്. ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല താത്ത ഇനി രണ്ട് വർഗങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇവിടെ വലിയൊരു വർഗീയ ലഹള ഉണ്ടാക്കിയിട്ടേ താത്ത അവസാനിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടേക്കാണ് പോക്ക്. കാരണം ഓരോ ദിവസവും അവരുടെ വർഗീയമായ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും പിന്നെ സംസാര രീതികളും ഇത് അവിടേക്കാണ് നയിക്കുന്നത്. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ, ഹിന്ദു സമൂഹത്തിനെ തന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കഥകളും പച്ച നുണകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇല്ലാത്ത പുരാണങ്ങൾ ഉണ്ടാക്കുന്നു, ഇല്ലാത്ത അവതാരങ്ങൾ ഉണ്ടാക്കുന്നു. എവളാരാണ്? ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിനെ സംരക്ഷിക്കാനായിട്ട് ഇവള് മൊത്തം ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അല്ല ആരെങ്കിലും ഇവളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഹിന്ദു സമൂഹത്തിനെ വിളക്ക് വെപ്പിച്ചു തരാനും പിന്നെ ഇല്ലാത്ത ഓരോരോ അവതാരങ്ങളെ ഉണ്ടാക്കാനും? പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ പാർത്ഥസാരഥി എന്താണ്, നരസിംഹമൂർത്തിയോ സംതിങ് എന്തോ ഒരു മൂർത്തിയെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഈ ഒന്നുകിൽ മുസ്ലിമാണ്, അത് അവള് സമ്മതിക്കുന്നുണ്ട്, അവള് മുസ്ലിമാണ്. അപ്പൊ മുസ്ലിം ആണെങ്കിൽ വിഗ്രഹാരാധന നിങ്ങൾക്ക് പിന്നെ ഹറാമല്ലേ? അപ്പൊ പറയുന്നു ഞാൻ കൃഷ്ണഭക്തയാണ്. ഹേയ്, നിങ്ങൾ രണ്ടു വഞ്ചിയിലും കാലിട്ടാൽ എങ്ങനെ ശരിയാവും? അപ്പൊ ഇതിന്റെ പുറകിലുള്ള അജണ്ട ആരാണെങ്കിലും ശ്രദ്ധിക്കണം. ഹിന്ദു സഹോദരങ്ങളെ പാർട്ടി മറന്ന്, അതായത് രാഷ്ട്രീയം മറന്ന് പാർട്ടി മറന്ന് ഹിന്ദു സഹോദരങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന താത്തയുടെ, നിങ്ങൾ ആരും അവൾക്ക് വഴിപ്പെട്ടവരല്ലെങ്കിൽ ഈ പറയുന്ന താത്തയുടെ ഈ പറയുന്ന പിന്നെ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്വത്വം എന്താണെന്നും നിങ്ങൾ എന്താണെന്നും ഹിന്ദു സമൂഹം എന്താണെന്നും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നിങ്ങൾ ഇവളുടെ വർത്തമാനങ്ങൾ കേട്ട് രണ്ട് ചേരി തിരിഞ്ഞിട്ട് അടിവെക്കാൻ നിൽക്കരുത്. ഇവള് കുറുക്കനാണ്. ഇവളുടെ കൂടെ ആരൊക്കെയോ ഉണ്ട്. കൃത്യമായ അജണ്ടയുണ്ട് ഇവൾക്ക്. വലിയ വലിയ മേലാളന്മാരുടെ കൂടെയാണ് ഇവള് കളിക്കുന്നത്. ആ കളി കണ്ടിട്ടാണ് ഇവള് കളിക്കുന്നത്. ഇവള് ചില്ലറക്കാരിയല്ല. അത് നിങ്ങളോട് ഞാൻ പിന്നെയും ഞാൻ പറയുന്നു. ആദ്യമൊന്നും ഞാൻ ഇവളെ അത്രയ്ക്ക് കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു ചെറുതായിട്ട് വിടേണ്ട ഒരു മീനല്ല. ഇവള് വലിയൊരു സ്രാവ് തന്നെയാണ്. എന്തായാലും എല്ലാവരെയും വിഴുങ്ങാനായിട്ട് കൽപ്പുള്ള ഒരു സ്രാവ്. അപ്പൊ അത് പാർട്ടിക്കാരാണെങ്കിലും ഈ എന്താ പറയാ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും പല വാക്കുകളും പ്രയോഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു വർഗീയ ലഹളയായിട്ട് മാറാനായിട്ട് പോകുന്നതാണ്. അവിടേക്കാണ് പോക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇവളുടെ വീഡിയോസുകളും ഇവളുടെ ലൈവുകളും ഇവളുടെ ഫോട്ടോകളും കൂടുതലും പ്രചരിപ്പിക്കാതിരിക്കുക, ദയവ് ചെയ്ത്. അത് ഇവൾക്ക് കൂടുതൽ വളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവളിടുന്ന ലൈവുകളും ഇവളിടുന്ന ഫോട്ടോസുകളും ഇവളിടുന്ന പറയുന്ന തോന്നിവാസങ്ങളും നമ്മളെ ഭാഗം ചിന്തിക്കാതിരിക്കുക പ്ലീസ്. എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് കൊണ്ട് ഞാൻ പറയാണ്, റിക്വസ്റ്റോട് കൂടി ഞാൻ പറയാണ്.
ഇവളുടെ ലൈവുകള്, ഇവളുടെ വീഡിയോസുകള്, ഇവളുടെ സംസാര രീതികള്, ഇതൊന്നും നമ്മൾ ഇനി പ്രചരിപ്പിക്കരുത് പ്ലീസ്. പലതും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം അവൾ അതുകൊണ്ടും എന്താ പറയാ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതും അവൾക്ക് വളമാണ്. അവളുടെ പുറകിൽ ആരൊക്കെയോ ഉണ്ട്, ഉറപ്പാണ്. പിന്നെ നമ്മുടെ പാർട്ടിയിൽപ്പെട്ട പലരും അല്ലെങ്കിൽ പാർട്ടി പ്രസ്ഥാനത്തിൽ ഇരിക്കുന്ന പലരും ഇവൾക്ക് വഴിപ്പെട്ടവരാണോ അതോ എന്താണ് ഇങ്ങനെ ഒരു പുഴുക്കത്തോടു കൂടി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ SDPI പോലുള്ള തീവ്ര പിന്നെ സംഘടനകളിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഒരുപാട് പേരുണ്ടായിരിക്കാം, അതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ. എല്ലാ ഹിന്ദു സമൂഹത്തിനോടാണ് ഞാൻ പറയുന്നത്. ഇത് പറയാനാണ് ഞാൻ എത്രയും ഇതിൽ ലൈവിൽ വന്നത്. ഈ പറയുന്ന ഈ അജിത്ത് മേലേപ്പറമ്പിൽ എന്ന് പറയുന്നവൻ ആരാണെന്ന് കൃത്യമായിട്ട് ഒരു അവബോധം പാർട്ടിക്കുണ്ടെങ്കിൽ പാർട്ടി അത് അതിൻ്റെതായ രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ ജാതി ചാവാലികളെ വലിച്ചു പുറത്തിടണം. അല്ലാണ്ട് ഇവന്റെ ഒന്നും ആരുടെയും തിരുതനമല്ല ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.